കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്. നമുക്ക് മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിന്നോട് ആൾക്കാർക്ക് ദേഷ്യം തോന്നും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പ്രതീക്ഷിച്ചുകൊണ്ട് അതിട്ടത്. ഞാനിങ്ങനെ അത് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ചെയ്യണോ ഇതാണോ. അതിനകത്ത് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നാലും കാര്യമില്ല. കാരണം പലരുടെയും മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യുക. അതിന് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൊടുക്കാൻ അർഹിക്കുന്ന മറുപടി കൊടുക്കുക. എല്ലാ കമൻറ്റിനും നമുക്ക് എന്തായാലും മറുപടി, കാരണം ഏതൊക്കെ തരത്തിലുള്ള വാക്കുകളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അർഹിക്കുന്നതിന് കൊടുക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കമൻറ്റ് കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ചില കമൻറ്റുകൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ ഫോണും നെറ്റും എല്ലാം വന്നതുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മുടെ പുതിയ തലമുറ തന്നെയാണ്. ഈ കൊറോണയുടെ കാലമായപ്പോഴത്തേക്കും ഫോണിൻ്റെ ഉപയോഗം കുട്ടികൾക്ക് നമ്മളായിട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നു. അതിനെ തുടർന്ന് കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ടായി. നമ്മൾ വേറെ ഒന്നും വേണ്ട, ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ഓരോ ഇത്തരം വീഡിയോസ് ചെയ്യുന്ന ആളുകളെക്കുറിച്ച്. അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും കാണിച്ചു കൂട്ടിയിട്ട് ഇതൊക്കെ കണ്ടിട്ട് കുട്ടികൾ അങ്ങോട്ട് ആകൃഷ്ടരായി അവരും എന്തൊക്കെയോ ആയിത്തീരാനുള്ള കുറേ പ്രവണതകൾ കാണിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ ചിലപ്പോൾ അറിയാതെ പോകുന്നുണ്ട് ഒരുപാട് കാര്യം. നമ്മുടെ കുട്ടികളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യില്ല എന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മളെ അറിയിക്കുന്നില്ല പലപ്പോഴും പലതും. കഴിഞ്ഞ ദിവസം തന്നെ ഞാനിങ്ങനെ വാർത്തയിൽ കണ്ടതാണ്, ഒരറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ എന്ന് ഞാൻ പറയാം മകൻ ഒരു കേസിൽ പെട്ടത്. അതിനെ കണ്ടിട്ട് അധികം പ്രായമൊന്നുമില്ല. അന്ന് കേസെടുത്തവർക്കെതിരെ ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വാർത്തയാണ് വന്നത്. അപ്പോഴും ഞാൻ ചിന്തിച്ച്, സ്വന്തം മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ആ അമ്മയുടെ വിശ്വാസം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. സത്യം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാവുന്നത് ആ പയ്യന് മാത്രമാണ്. പോലീസുകാർ കെട്ടിച്ചമച്ച കേസാണെങ്കിലും അല്ലെങ്കിലും എന്തുമായാലും സത്യം എന്താണെന്ന് അറിയാവുന്ന ഏക വ്യക്തി അവനാണ്, ആ കൊച്ചനാണല്ലേ. അവന് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് അവൻ്റെ ഫേസൊക്കെ കണ്ടിട്ട് എന്ത് പ്രായമുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള എന്തൊക്കെയോ ചില സിനിമകളിലൊക്കെ ചില സീനുകളൊക്കെ കണ്ടിട്ട് അവരതുപോലെ അനുകരിക്കുക എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്. കഴിഞ്ഞ ദിവസം വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കാര്യം വേണ്ട. കഴിഞ്ഞ ദിവസം എന്താണ് സംഭവം, ഫോൺ പിടിച്ചു വെക്കുക എന്തോ സംഭവം ഉണ്ടായത്. അവിടുത്തെ ഒരു സ്കൂളിൽ ഒരു കൊച്ചു പയ്യനാണ്, അവൻ രക്ഷിതാവുമായിട്ട് വന്നിട്ട് ആ സാറിനോട് അവൻ സംസാരിക്കുന്നത് ഭീഷണിയൊക്കെ ആയിട്ട് ഇങ്ങനെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ന്യൂസിൽ. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ആ കുട്ടികളുടെ ആ പോക്ക് എവിടേക്കാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ രക്ഷിതാക്കൾ സന്തോഷിക്കുകയാണോ ചെയ്യുന്നത്, ദുഃഖിക്കുകയാണോ ചെയ്യുന്നത്? എവിടെയാണ്, ആർക്കാണ് തെറ്റ് പറ്റിയത്? തെറ്റായ കാര്യങ്ങൾ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അതിനെ വിമർശിക്കുകയാണോ വേണ്ടത്? ആ തെറ്റ് കണ്ടെത്തി ശരിയാണ്, ആ തെറ്റെന്നുള്ളത് ശരിയാണ്, അങ്ങനത്തെ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനെ തിരുത്താൻ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കായാലും നമ്മുടെ മക്കൾക്കായാലും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. കാരണം ആരുടെ മക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും ജീവിതത്തിൽ പല പാളിച്ചകളും ഉണ്ടാവാം. അതൊക്കെ തിരുത്താൻ
ആർക്കെങ്കിലുമൊക്കെ സഹായമായി മാറും എങ്കിൽ എൻ്റെ ഈ വാക്കുകൾ അല്ലേ, അതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷവും തോന്നുന്നത്. ഞാൻ ഇത്രയൊക്കെ ആയിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ടാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പയ്യൻ, അവന് നന്നായിട്ട് നല്ല കാശൊക്കെ ഉള്ള വീട്ടിലെ പയ്യനാണ്. അവൻ സ്ഥിരമായി ക്ലാസ്സിലേക്ക് താമസിച്ച് വരുന്നു. അപ്പം നമുക്കൊരു ഇൻചാർജ് കൂടെ വരുമ്പോൾ നമ്മളിതൊക്കെ എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനത് സംസാരിച്ചു. അപ്പം അതുമായിട്ട് ലാസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ആ കുട്ടിയുടെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാനിത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വന്നിട്ട് പറയുകയാണ്, ടീച്ചർ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് 10ാം ക്ലാസ് ജയിപ്പിച്ച് തരണേ, വൈകുന്നേരം ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വിടാം എന്ന് പറഞ്ഞ് ആ ഉമ്മയുടെ സങ്കടം അത്ര സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത്. കാരണം ഒരു 10ാം ക്ലാസ് ജയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചില്ലെങ്കിലും ജയിക്കുമായിരിക്കും, ഇങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അവരുടെ മനസ്സിൽ എന്താണ്, അവരൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 10ാം ക്ലാസ് ജയിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ രീതിയിലാണ് അവരിപ്പോഴും കരുതുന്നത്. എങ്ങനെയെങ്കിലും എൻ്റെ മകൻ അങ്ങനെ അതൊന്ന് പാസ്സായാൽ മതി. പക്ഷെ മകനെന്നാണ് വെറും അലസമായിട്ട്. പക്ഷെ എൻ്റെ അടുത്ത് വന്നു, നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസമൊക്കെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മറ്റു സാറന്മാരും പറഞ്ഞു ടീച്ചറിൻ്റെ അടുത്ത് വരുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനവിടെ വരും, പഠിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനങ്ങ് കൂടുതൽ സംസാരിക്കത്തൊന്നുമില്ല, ഞാനിങ്ങനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇതേപോലെ വിഷമിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ കാണും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.